ഹലോ ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടപ്പപ്പം കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റും അതോടൊപ്പം ഒരു വെറൈറ്റി അപ്പം കൂടിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അപ്പമാണ്. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും ഇതിൻ്റെ ഒരു ഷേപ്പും ഒക്കെ കാണുമ്പോൾ. അപ്പം ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ? വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഈ അടപ്പപ്പം മൂടിയപ്പം പിന്നെ എന്താ ലഡപ്പം എന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ ഇതിന് അടപ്പപ്പം എന്നാണ് പറയുക കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഒത്തിരി കഴിക്കും കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഇതിന് വേണ്ടുന്ന ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനതിന് ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. വലിയ പച്ചമുളകാണ്, ആ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പഴുത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വറ്റൽമുളകാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞതും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഇളക്കി തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് പറയാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് വിനീഗറും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇതിലേക്ക് വേണ്ടുന്ന ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാമല്ലോ. ഞാൻ അതിന് ഒരു 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 ഗ്ലാസ് ചെറുപയറും ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നുമാണ് ചേർത്തിട്ടുള്ളത്. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ഇപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിയിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ബാക്കിയുള്ളത് കൂടെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ചെറുപയറൊന്നും കഴിക്കാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഒത്തിരി ഉണ്ടാവും. പലതരം പച്ചക്കറികളായാലും പയർവർഗ്ഗങ്ങളായാലും ഇഷ്ടമില്ലാത്ത ഒത്തിരി കുട്ടികളുണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, വെറൈറ്റികൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇല്ല എങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നല്ല രാവിലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ചുള്ള പലഹാരങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ വെറുതെ ഒന്ന് തടവി കൊടുക്കണേ ഉള്ളൂ. കൂടുതൽ എണ്ണയുടെ ആവശ്യമേ നമുക്ക് ഇതിനില്ല. അപ്പോൾ ഇതൊന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചെടുത്തിട്ട് ഈ അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ടാണ് കേട്ടോ ആ മൂടി അടപ്പോട് കൂടി നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഞാനിത് എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒഴിച്ച് വെച്ച് നമുക്കിതൊന്ന് മൂടി അടച്ച് വയ്ക്കാം. മൂടി അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഈ പാകമാണ് നമ്മൾക്ക് ആവശ്യം. ഈ പാകം വരുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് മാവ് വേകാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് കൂടുതൽ വെന്ത് പോകരുത്. വെന്ത് പോയാൽ നമുക്ക് അടപ്പപ്പം റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ അടപ്പപ്പം നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമ്മൾക്കിതൊരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് നോക്കാം. അപ്പം നമ്മുടെ അടപ്പപ്പം കണ്ടില്ലേ, റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ ഈ ട്രിക്ക് മാത്രം ഒന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ അടപ്പപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും.
ഞാനിതെല്ലാം എടുത്തു വയ്ക്കേണ്ടത്. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഇത് ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പോഴത്തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഒരേപോലെ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കൂ, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നിങ്ങൾക്ക് ചെറുപയറല്ല വേറെ എന്ത് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾ കഴിക്കാത്ത പയറുവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ഇതിലേക്ക് ചേർക്കുന്ന ചമ്മന്തികളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ചമ്മന്തി നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു ചട്നിയോ ഇല്ലെങ്കിൽ വേറെ ഗ്രേവികളോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഈ അടപ്പപ്പ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പം ഞാനെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ അടപ്പപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ അടപ്പൊക്കെ അഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ചട്നി നമ്മളിതാ ഈ അപ്പത്തിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് കഴിക്കണത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് 1-2 സ്പൂണൊക്കെ ഇതിലേക്ക് ഒഴിച്ച് ഈ മൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് വായിലിട്ട് ഒന്ന് കഴിച്ചു നോക്കൂ. വളരെ ടേസ്റ്റുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.